നമസ്കാരം, നമസ്തേ ആൻഡ് അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ രാജാ സാഹിബാണ്. KSIയിലെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഓരോ പരിചയപ്പെടുത്തലിലൂടെ നമ്മൾ ഓരോ വ്യക്തികളുടെ ജീവിതം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ലൈഫ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് പല രാജ്യങ്ങളുടെ ഫുഡ്, അതായത് ജപ്പാൻ, ചൈന, കൊറിയ, ഇന്തോനേഷ്യ, ഇങ്ങനെ പല രാജ്യത്തുള്ള ഫുഡുകളെല്ലാം കൂടെ മെർജ് ചെയ്ത് ഒരിടത്ത് കൊണ്ടുവന്ന് സൗദിയിൽ ദമാമിൽ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അഷ്റഫ് ഫ്രം മലപ്പുറം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലൂടെ നമുക്കിന്ന് കടന്നു പോകാം. മലയാളത്തിൽ പറയണോ, ജപ്പാനിൽ പറയണോ, കൊറിയയിൽ പറയണോ? മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തൊരു മനുഷ്യനാണ് ഈ അഷ്റഫ് എന്ന് പറയുന്നത്. അഷ്റഫ് ഫുൾ KT അഷ്റഫ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ KT അഷ്റഫിനെ നാട്ടിൽ നിന്ന് എപ്പോഴാണ് കയറ്റി വിട്ടത്? നാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് 23 വർഷമായി. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് കയറുന്നതിന് മുമ്പ് എന്തായിരുന്നു അവിടെ ജോലിയും കാര്യങ്ങളും പഠിത്തവും? നാട്ടില് പഠിത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ ഫാദറിന് ഇവിടെ സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ ജോലി ഉണ്ടായിരുന്നു. ഫാദറിന്റെ സഹോദരന്മാരെ കൂടെ കൊടുത്തു. അവരെ ഷോപ്പിലേക്ക് ഞാൻ ആദ്യം വന്നത്. ശരി. ഇവിടെ വന്നത് ജിദ്ദയിലായിരുന്നു. അവരുടെ കൂടെ ഒരു 8-10 വർഷം ഉണ്ടായി ആ ഫീൽഡിൽ. പിന്നെ അതിൻ്റെതായ നമ്മളേതായ വഴികളിലൂടെ അങ്ങനെ ഓരോ സ്ഥാപനങ്ങളിലേക്ക് കടന്നു. അപ്പൊ ആദ്യമായിട്ട് സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് വിചാരിക്കുന്നത് ഏത് വർഷത്തിലായിരുന്നു? അത് ഒരു കറക്റ്റ് പറഞ്ഞാൽ ഒരു അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. ഇങ്ങനെ ഒരു സ്വന്തം സ്ഥാപനം മനസ്സിനോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഫാസ്റ്റ് ഫുഡ് രംഗത്തൊക്കെ കടന്നു. ശരി. എന്നിട്ട് സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഈ ചെറിയ റെസ്റ്റോറന്റുകൾ, അറബിക് റെസ്റ്റോറന്റ്. ഏതൊക്കെയാ അതിന്റെ പേരൊക്കെ ഉണ്ട്. അത് അന്ന് ചെയ്തിരുന്നത് ബുഖാരി റെസ്റ്റോറന്റ് ആയിരുന്നു. പിന്നെ ഈ യമനികളെ വെച്ചിട്ടുള്ള അറബിക് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ അതൊക്കെ ജിദ്ദയിലായിരുന്നു കൂടുതലും. ജിദ്ദയാണ് നമ്മളെ ബേസിക്. അവിടുന്ന് പിന്നെ അങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ. പിന്നെ കൊറോണയിലൊക്കെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. പിന്നെ അതൊക്കെ നേരാക്കി എടുത്ത് അങ്ങനെയൊക്കെ ഈ ഫീൽഡിലേക്ക് എന്തെങ്കിലും അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നോ? കടുകട്ടെ ഫേസ് അൽഹംദുലില്ലാ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ലോകത്തില് ഏറ്റവും വില കൂടിയ ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫുഡ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അഷ്റഫിന്റെ കയ്യിൽ വളരെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. അത് ഞാൻ കണ്ടു. കാവിയാർ അല്ലേ? അത് ഒരു മത്സ്യത്തിന്റെ മുട്ടയാണ്. നിങ്ങൾ പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫുഡാണത്. പക്ഷെ അതിപ്പം നമുക്ക് അടുത്ത് അത് ചെയ്യുന്ന ആളുകളെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഏകദേശം അതിന്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇതല്ലാതെ പിന്നെ ഏതൊക്കെ ബിസിനസ്? കൊറിയൻ ബിസിനസ് മെയിൻലി ചെയ്യുന്നത്. ഇത് ഒരു പാർട്ട് ടൈം ബിസിനസ് ആണ്. ഇത് നമ്മൾ സ്ഥലത്ത് ഒരു ഡബ് ചെയ്ത് വിൽക്കേണ്ട സാധനമല്ല. ഇത് ഓർഡറിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. അത്ര ഇതായിട്ട് ബിസിനസിന്റെ വോളിയം കൂട്ടലല്ല ഇതിനകത്ത് അങ്ങനെ വോളിയം കൂട്ടി ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല. ഇതിന്റെ അത്ര ഹൈ ക്ലാസ് ആളുകൾ നമ്മളെ അടുത്തേക്ക് വരും. ഓൺലൈനിലും മറ്റൊക്കെ ആയിട്ട് വരും. അപ്പൊ അത് ആ കസ്റ്റമർക്ക് എത്തിക്കാന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് ഡബ് ചെയ്ത് നമ്മള് സാധാരണ ഒരു ഷോപ്പ് മാറി വിൽക്കേണ്ട സാധനമല്ല. നമ്മള് ജപ്പാനീസ്, കൊറിയൻ ഫുഡ് സൗദിയിൽ നമുക്ക് 12 ബ്രാഞ്ചുകളുണ്ട്. ഇവിടെ ഉണ്ട്. സൗദിയിലുണ്ട്. എല്ലാ ജിദ്ദ, ദമാം, റിയാദ്, ഈ 3 പ്രവിശ്യകളിൽ നമ്മളെ സ്ഥാപനങ്ങളുണ്ട്. അതിലൂടെ നമ്മളെ ജപ്പാന്റെയും കൊറിയന്റെയും മലേഷ്യ, ചൈനീസ്, ഫിലിപ്പീൻസ് ഇവരെ ഫുഡൊക്കെ നമ്മൾ വിൽക്കാണ്. ഈ ജാപ്പനീസ് ഫുഡ്, ചൈനീസ് മറ്റേ ഈ ചെറിയ പ്രാണികളെയൊക്കെ പിടിച്ച് കഴിച്ചോണ്ടിരിക്കുന്നത്. അതിവിടെ SFDA അനുവദിച്ച ഫുഡുകളെ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. സൗദി ഫുഡ്
ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച ഫുഡുകൾ മാത്രമേ വെക്കാൻ പറ്റൂ. എല്ലാതും ഇവിടെ പറ്റില്ലല്ലോ. ചുമ്മാ തോന്നിയത് കൊണ്ട് എടുത്ത് ചെയ്യാൻ കഴിയില്ല. ഉള്ള പല്ലിയും അംഗീകരിച്ച കമ്പനികൾ ഇറക്കുന്ന ഫുഡ് നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്തൊക്കെ ഐറ്റംസുകൾ കിട്ടും? നമുക്ക് ജപ്പാന്റെ എല്ലാ ഒരു ഫുഡുകളും ഉണ്ട്. ഏകദേശം ഒരു 80% നമ്മളെയൊക്കെ ഉണ്ടാവും. പിന്നെ കൊറിയന്റെ അതേമാതിരി തന്നെ ഇവിടെ കൂടി പോകുന്ന സാധനങ്ങളുണ്ട്. പിന്നെ അവരെ കൂടുതൽ ഫുഡിലൊക്കെ ഈ പോർക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും പറ്റില്ല. സൗദി അറേബ്യയിൽ അനുവദിക്കപ്പെട്ട എല്ലാ സാധനങ്ങളും ഫ്രോസൺ ആയിട്ടാണോ വരുന്നത്? ഫ്രോസൺ, ഡ്രൈ, ചില്ലർ എല്ലാ ഐറ്റംസും ആണല്ലേ. ജാപ്പനീസുകാർക്കും മറ്റേ കൊറിയൻ, ഇന്തോനേഷ്യ ഇതെല്ലാ ആൾക്കാരും നമ്മളെ കസ്റ്റമറാണ് ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക്. പിന്നെ അറബ്സും ഉണ്ട്. അറബ്സും വന്ന് കഴിക്കും. ഇവരൊക്കെ കൂടുതലും ഫിഷ് ഐറ്റംസുകളാണ് കൂടുതലും കഴിക്കുന്നത്. അവർക്ക് ഫിഷ് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. അവരൊക്കെ പോയി സീ ഫുഡാണ് അവിടെയൊക്കെ, ജപ്പാനിലും കൊറിയയിലൊക്കെ ആണല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ എല്ലാതും ഉണ്ട്. എല്ലാ ഫുഡും ഉണ്ട്. ഇല്ല, അങ്ങനെ ഒരു പ്രത്യേക സീ ഫുഡ് എന്നല്ല. സീ ഫുഡ് കൂടുതൽ പ്രാധാന്യം ഉണ്ട് അവരെ. നമ്മുടെ ഇന്ത്യൻ ഫുഡുകളെല്ലാം ഇവിടെ കയറിയിട്ടുണ്ടോ? ഇന്ത്യൻ ഫുഡുകള് നമ്മളെ കടയിലോ? ഇല്ല ഇല്ല ഇല്ല. നമ്മളെ കൂടെ ഈ രാജ്യങ്ങളുടെ ഉള്ളൂ. അല്ല അറബ്സിന്റെ ഇന്ത്യന്റെ ഒന്നും ഇല്ല. ഇല്ല, അറബ്സിന്റെ ഇല്ല. ഇല്ല ഇല്ല. പിന്നെ നമുക്ക് ജാപ്പനീസ് റെസ്റ്റോറന്റ് ഉണ്ട്. എനിക്കൊരു അത് ശരി. അതിന്റെ പേരെന്താ? അത് ഇക്കിഗായി. ഇക്കിഗായി കേട്ടിട്ടുണ്ടോ? മീനിങ്സ് എന്താണ് അത്? ഇക്കിഗായി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇക്കിഗായി. ഫേമസ് ആണ്, യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും. ഇക്കിഗായി എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. അപ്പൊ ഞാൻ ആ പേരിട്ടു എന്നുള്ളത്. ഇതേമാതിരി ഈ ആന്റി ഏജ് ഫേമസ് പേരാണ്. ഫേമസ് പേര് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഇപ്പൊ അറിയാം. ഇപ്പോഴെല്ലാരും പിന്നെ യൂട്യൂബിലൊക്കെ എല്ലാവർക്കും അറിയാം. ഇക്കിഗായി ജാപ്പനീസ് റെസ്റ്റോറന്റ്. നമ്മുടെ നാട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് രക്ഷപ്പെടുവോ? അവിടെ അങ്ങനെ ആൾക്കാര് അല്ല, അത് ഫുഡ് അല്ല, അതൊരു ഫുഡ് ജീവിതത്തിന്റെ രീതി ഫുഡിൽ എങ്ങനെയാ നിലനിർത്തുന്നതാണ്. അവരെ ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടോ? ഉണ്ട്. അത് അങ്ങനല്ല, മലയാളത്തിൽ അതിന് ട്രാൻസ്ലേറ്റ് ഉണ്ടാവില്ല. ഇംഗ്ലീഷിലുണ്ട്. ഇംഗ്ലീഷിലുണ്ട്. അത് ഇതൊരു ബെസ്റ്റ് സെല്ലർ ബുക്കാ. ബെസ്റ്റ് സെല്ലർ ബുക്ക് വേൾഡ്. നമ്മുടെ നാട്ടില് മലയാളത്തിൽ ആരോ ഒരാൾ പരിഭാഷ എഴുതിയിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. നോക്കണം. അത് നോക്കി അത് വായിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്, എടുക്കാതെ തോന്നിയത്. അപ്പൊ അതില് കുറെ ആ സ്ഥലത്ത് ഒരു ജപ്പാനിലെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ, കാരണം അവരെ നോക്കിയല്ലോ ലൈഫ് സ്റ്റൈല്, പിന്നെ അവരുടെ ഏജ് 120 ഒരു 60 ലുക്ക് ഉണ്ടാവുള്ളൂ. 40 വയസ്സും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ. ലുക്ക് ഇപ്പൊ ഒരു 60-50 തോന്നുള്ളൂ. ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജപ്പാൻകാര് ചൈനക്കാർ അത്ര ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. ഇവര് 80 വയസ്സിലും ജോലി ചെയ്യും. 80-90 അവർക്ക് വിഷയമല്ല. അതൊക്കെ മലകളുടെ മുകളിലൊക്കെയാണ് ഏത് ജോലിയും ചെയ്യും. പിന്നെ അവർ ഈ നമ്മളെ പിന്നെ അവർ രീതിയാണ് അതിൽ കാണിക്കുന്നത്. കാരണം അത് മാത്രല്ല, ഫുഡ് മാത്രല്ല, ആ ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങളെ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യുന്നു, എന്റെ പ്രശ്നം ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു. ഇതൊക്കെയാണ് ആ ലൈഫ് സ്റ്റൈല് കിട്ടുന്നത്. അല്ലാതെ ഫുഡ് മാത്രം കഴിച്ചതുകൊണ്ട് എന്തല്ല നമുക്ക് വയസ്സൊന്നും കുറയാൻ പോണില്ല. അതൊക്കെ വിദ്യാധാരണ. നമുക്ക് ഇതുകൊണ്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാം, അല്ലേ? അതാണ് ആ ബുക്കിന്റെ ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി. വെറും ഫുഡല്ല. ജപ്പാന്റെ ബുക്കാണത്. ബെസ്റ്റ് സെല്ലർ വേൾഡിൽ തന്നെ എല്ലാ ആളുകളും വായിക്കും. ഇക്കിഗൈ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു. അങ്ങനെ കടക്ക് പേരിട്ടു ജാപ്പനീസ് റെസ്റ്റോറന്റ് അല്ലേ? അതായത് ജിദ്ദയിലാണ് നമ്മളെ ബ്രാഞ്ച് ഉള്ളത്. അതിനിപ്പോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെക്കണമെന്നുണ്ട് ആഗ്രഹം. ഇനി അത് കഴിഞ്ഞ് പിന്നെ എവിടെയൊക്കെയാണ് ഉള്ളത്? റെസ്റ്റോറന്റ് പിന്നെ റെസ്റ്റോറന്റ് ജിദ്ദയിൽ ഇപ്പൊ ഈ ജാപ്പനീസ് റെസ്റ്റോറന്റ് ഉള്ളു. പിന്നെ അത് ഇങ്ങനെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ സൗദിയിൽ എല്ലായിടത്തും ഉണ്ട്. ഈ ജാപ്പനീസ് കൊറിയൻ മാർട്ട് എന്നാണ്. പിന്നെ ഉള്ളത് കിംചി സ്റ്റോർ. ഇവിടെ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ പരിപാടികൾ? ഫ്യൂച്ചറിൽ നമ്മളിപ്പോ ബഹ്റൈനിൽ നമ്മളൊരു ഷോപ്പ് ഇതേമാതിരി അടുത്ത് അവിടെ ലൈസൻസ് എടുത്തിരിക്കുന്നത് ഒക്കെ ക്ലിയർ ആണ്. ഈ 2 മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. എടുത്തു കഴിഞ്ഞു. പിന്നെ റെസ്റ്റോറന്റുകളുടെ ഹോട്ടലിന്റെ ഒക്കെ ഒരു വലിയ നമ്മളത് ഈ ജാപ്പനീസ് മാർക്കറ്റ് തന്നെ അവിടെ തുറത്തുന്നത്. അവിടെ ജാപ്പനീസിന്റെ ഒരു ടൂറിസം ഒക്കെ ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കുറെ അമേരിക്കക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന ആളുകൾ, ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അമേരിക്ക ഏത് ആൾക്കാരും ഈ പറഞ്ഞ അറബ്സ് കണ്ടമാനം ഇപ്പൊ ഇതിലേക്ക് ആകൃഷ്ടരാണ്.
അതാണ്. പിന്നെ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ പാറയില്. അതെ അതെ അതെ, എല്ലാ ടൈപ്പ് ഹോട്ടലുകളും ഉണ്ട്. നാടനുണ്ട്, മോഡേണുണ്ട്. നമ്മൾ ഈ മാസം അത് ഇൻഷാ അല്ലാഹ് തുറക്കും. ഈ വർഷം തുറക്കും അല്ലേ? ഈ മാസം തുറക്കും, ഈ അടുത്ത മാസം. നെക്സ്റ്റ് ജനുവരി, ജനുവരി ലാസ്റ്റ് ഇൻഷാ അല്ലാഹ്. പുതുവർഷത്തിൽ ഇൻഷാ അല്ലാഹ്. ജനുവരി ലാസ്റ്റ് ആവുന്നത് കഴിഞ്ഞെല്ലാം ക്ലിയർ ആണ്. കൊറിയൻ സിനിമകള് കാണാറുണ്ടോ? അങ്ങനെ ഒന്നാമത് അതിന് നേരെ കിട്ടാനില്ല. ഞാനും ഈ നമ്മളെ ഇതൊക്കെ കേൾക്കാറുണ്ട്, സോങ് ഒക്കെ കേൾക്കാറുണ്ട്, ഇഷ്ടം. ശരി. കാര്യം ഇപ്പൊ ഒരുപാട് റീമേക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് കൊറിയൻ സിനിമകൾ മലയാള സിനിമകളായി മാറുന്നുണ്ട്. നല്ല നമ്മുടെ ഈ തനിമകളുമായിട്ട് നമ്മുടെ മലയാളി സംസ്കാരത്തിന്റെ ഒക്കെ ഒരു ചെറിയ ടച്ചും കൂടെ ഉണ്ട്. കൊറിയക്കാരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അവരെ ഈ കൾച്ചറല്ല, അത് വേറെ രീതിയാണ്. പക്ഷെ അവരെ ഈ പാട്ട്, ഡാൻസ്, സിനിമ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏകദേശം എല്ലായിടത്തും ടച്ചാണ്. ഇപ്പൊ സൗദിയിൽ തന്നെ ഇപ്പൊ ഇവിടുത്തെ എന്റർടൈൻമെന്റ് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു കൗണ്ടർ ഉണ്ട് പറഞ്ഞല്ലോ, അവിടെയൊക്കെ കൂടുതലും ഫോക്കസ് കൊറിയൻ ഹെറിറ്റേജിൽ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ജിദ്ദയിൽ ഞങ്ങളത് കഴിഞ്ഞു, റിയാദിൽ കഴിഞ്ഞു ഈ ഇവന്റ്. ആ ഇവന്റിൽ മെയിൻ ഇവര് ഫോക്കസ് ചെയ്തത് ഈ കൊറിയയാണ്. കൊറിയൻ സോങ്സ്. അവിടുത്തെ ആളുകൾ വന്നിട്ട് പാട്ട് ഭയങ്കര രസമായിട്ട്, അവർക്ക് സൗദികൾക്ക് ഭയങ്കര ട്രെൻഡിയാണ്. അതേപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡിയാണല്ലോ BTS ഒക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ എല്ലായിടത്തും അതേമാതിരി. അവരെ ഫുഡും അങ്ങനെ തന്നെയാണ്. വയല് പെട്ടുന്ന ഫുഡാണ് ഈ കിംച്ചി എല്ലാവർക്കും അറിയാം. അമ്മ സംഘടനയുടെ പരിപാടിക്ക് ഈ ജാപ്പനീസ് ഫുഡൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നാട്ടില് 1-2 റെസ്റ്റോറന്റുകളൊക്കെ ഞങ്ങള് ജാപ്പനീസ് ഫിഷിന്റെ ഇത് ഫ്ലഷ് എടുത്തിട്ട് അവര് ഇത് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൂഷിയാണ് മെയിൻ. അതെ തന്നെ, സൂഷിനെ കൊണ്ട് നമ്മുടെ സിനിമ ആക്ട്രസ്, ഒരു നടിയാണ് എന്നെ കൊണ്ട്, ചേട്ടാ ഇതൊന്ന് കഴിച്ചു നോക്ക്, നല്ല സംഭവമാണ്, സൂഷി കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഒരു 3-4 ടൈപ്പ് പാറ്റേൺ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കഴിച്ചപ്പോഴത്തേക്ക് ഒരു സുഖം. അതെ 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 അതെ, വേവിക്കാത്ത പച്ച മാംസം, മറ്റേ അതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഫിക്സ് റൈസൊക്കെ വെച്ചിട്ടാണ്. അത് തന്നെ, ഇങ്ങനെ വട്ടത്തിലാണ് അത് ചുറ്റും. അതിന്റെ ഭംഗി, ഇവരെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുക എന്നുള്ളത്, കൊടുക്കുന്നതൊക്കെ അട്രാക്റ്റീവ്, അതാണ് അതിന്റെ പ്രത്യേകത. ഭംഗിയാണ് ഫുഡിന്, അതാണ് പ്രത്യേകത. അപ്പം നമ്മുടെ ഈ സൗദി മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാവുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ പുതിയ രാജ്യങ്ങളുടെ പുതിയ പുതിയ ഫുഡുകളൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഐഡിയാസ് അഷ്റഫിനുണ്ടോ? പ്ലാൻ ഏതൊക്കെ രാജ്യങ്ങളുടെ ഫുഡായിരിക്കും? ഹോട്ടൽ, സൂപ്പർ മാർക്കറ്റ്? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ അടുത്ത ഒരു മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും മുന്നേറാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ്. അതെ, ധാരാളം പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, എന്റർടൈൻമെന്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെ അതേമാതിരി വലിയ വലിയ റിസോർട്ടുകൾ, 7 സ്റ്റാർ രീതിയിലുള്ള റിസോർട്ടുകൾ, ഹോട്ടലുകൾ വരുന്നു. അതെ, അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള ഫുഡും വേണല്ലോ. അപ്പൊ ഈ നമ്മള് ജാപ്പനീസ്, കൊറിയൻ, അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റെസ്റ്റോറന്റ്, പിന്നെ കുറച്ച് ലക്ഷറി ബേസ് ആയിട്ടുള്ള ഫുഡുകളുണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഫുഡുകളുണ്ട്. ഇങ്ങനത്തെ ഒരു ഷോപ്പ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിന് ഏത് രീതിയിലുള്ള ഒരു മുഖം ആണ് വെക്കാൻ മീൻസ് ഉള്ളത്? നിങ്ങളുടെ ഈ സൂപ്പർ മാർക്കറ്റിന് സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റാണോ, അതല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റൈൽ ഓഫ് വേറെയാണോ? ഉണ്ട്, വേറൊരു സ്റ്റൈൽ തന്നെ ഉണ്ട്. അതിന്റെ ഒരു സ്റ്റൈല് പോയാലേ അത് വിജയിക്കുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വെച്ചാല് കുറച്ച് കൂടുതൽ ആ രീതിയിലേക്ക് പോകണം. ജപ്പാനിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള, കൊറിയന്റെയും ജപ്പാന്റെയും ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്റീരിയർ ഒക്കെ കൊടുത്തിട്ട് അടുത്ത അടുത്ത ഇവിടെ കുറച്ച് അങ്ങനെ പ്രൊജക്ടുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചൈനീസിന്റെ ഫുഡ് എന്തൊക്കെയുണ്ട്? ചൈനീസ് അവരുടെ ഈ ഫുഡ് സോസുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കൂടുതൽ. അവിടെ സ്നാക്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഈ ചൈനക്കാര് ജാപ്പനീസ് ഫുഡൊക്കെ കഴിക്കാറുണ്ടോ? കുറവാണ്. ആണോ? രണ്ട് രീതിയാണ്. ചൈനക്കാർ തന്നെ കൂടുതൽ കഴിക്കുള്ളൂ. അതെ അല്ലേ? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ജാപ്പനീസിന്റെ എല്ലാവരും ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കഴിക്കും അവര്? ഇല്ല, അവരങ്ങനെ കഴിക്കൂല. അവര് ഫിഷിനെയാണ് ഫുഡായിട്ട് കണക്കാക്കി. സീ ഫുഡാണ് മെയിൻ. സീ ഫുഡുകളാണ് കൂടുതൽ. സീ ഫുഡാണ് അവരുടെ മെയിൻ.
അതുമായി ബന്ധപ്പെട്ടതാണ് ഈ സൂഷിയൊക്കെ ശരിക്കും. മേഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധി രാക്ഷസനും അവരുടെ ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് ഇലക്ട്രോണിക്സിന്റെയും എല്ലാം ജപ്പാൻ എന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ല. വണ്ടി ആയാലും അവരുടെ അതെ 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 ടെക്നോളജി ടെക്നോളജി നമ്മുടെ വേൾഡിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് കാസുകളും എല്ലാം അവരുടെ തന്നെയാണ്. ടൊയോട്ട എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നൊന്നും റീസെയിൽ വാല്യൂ ഉള്ളൊരു വാഹനവും ഫുഡും ഇതുപോലത്തെ ഫുഡുകളും അല്ലേ അങ്ങനെ തന്നെ കെട്ടുറപ്പുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഫുഡ്. ആ രാജ്യത്ത് പോയിട്ടുണ്ടല്ലേ? ഉണ്ട്. എത്ര പ്രാവശ്യം? ഞാൻ ജപ്പാനിൽ 2 പ്രാവശ്യമാണ് പോയിട്ടുള്ളത്. ആണല്ലേ? എങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രകൃതികളും കാര്യങ്ങളും ബിൽഡിംഗ് അങ്ങനെയൊക്കെ ഒരു വലിയ ഫോറസ്റ്റ് ബിൽഡിംഗ് ഫോറസ്റ്റുകളാണ്? അല്ലല്ല, അവര് കൂടുതൽ നല്ല ഒരു എന്ത് ടൈപ്പ് ഓഫ് ഇതാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരിങ്ങനെ ഇതൊക്കെ ആയിട്ടുള്ള ജപ്പാന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള അത് മറ്റേ അവരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ അതേ കോസ്റ്റ്യൂമിന് അതേമാതിരി നിലനിർത്തണം. ആ പഴയ കൊറിയയിലും അങ്ങനെ തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള അതേമാതിരി ഭയങ്കര നിലനിർത്തിയാണോ അവരിപ്പോഴും നിലനിർത്തിയിട്ട് അവിടെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കണം അവിടുത്തെ ഗവൺമെന്റ്. അവിടെ പ്രകൃതികളൊന്നും അങ്ങനെ നശിപ്പിക്കാതെ. കൊറിയയിലായാലും അങ്ങനെ തന്നെ അതേമാതിരി രണ്ടാളും അടുത്തടുത്തല്ലേ അവരുടെ ഒരു കൾച്ചർ ഏകദേശം ഒരു സെയിം കൾച്ചർ ശരിക്കും ഒരു മാറ്റം ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അവർ രണ്ടേ രീതിയിലാണ്. ജപ്പാനിലെ ഫുഡുകൾ കൊറിയയിലില്ല. ഉറപ്പ് തിരിച്ചറിയും. അറിയാം. ജാപ്പനീസിൻ്റെത് ഈ കണ്ണിന്റെ മുകളിൽ കുറച്ച് കൂടുതൽ തടിപ്പുണ്ടാവും. അങ്ങനെയാണ് അതിന്റെ കൊറിയക്കാരനായിട്ടും ജപ്പാനായിട്ടൊക്കെ നമ്മള് ഓരോരോ സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. കൊറിയക്കാരനായിട്ട് ഞാൻ ചിരിക്കുടുക്ക എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹുണ്ടായിയുടെ MD ആയിട്ട് വരുന്ന അപ്പൊ ഓരോരോ മേക്കപ്പിന്റെ ഒരു മേക്കപ്പ് ചേഞ്ചസ് ഉണ്ടല്ലോ. അതിന്റെ ശരി കണ്ടാലും അറിയും. പക്ഷെ ശരിക്കും പെട്ടെന്നൊന്നും അറിഞ്ഞോളുന്നില്ല. എല്ലാരും പെട്ടെന്ന് അറിഞ്ഞോളുന്നില്ല. എന്നാലും കുറച്ച് അറിയാം. ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ പോയിട്ടുണ്ടോ? ഫാമിലി ആയിട്ട് പോയിട്ടില്ല. ഇനി പോണം ഇൻഷാ അല്ലാഹ്. ഫാമിലിയൊക്കെ ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ബിസിനസ് ഞാൻ പറഞ്ഞില്ല. നമ്മള് അന്ന് ഒരു 23 വർഷം മുന്നേ സൗദിയിൽ വന്നത് തന്നെ ബിസിനസ്സിൽ തന്നെയാണ്. ഈ ബിസിനസ്സിൽ വന്ന് ഒരു 10 വർഷത്തോളമായി. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകും. അൽഹംദുലില്ലാ. അപ്പൊ നീ മുന്നോട്ട് അപ്പൊ ഈ ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ വൈഫ് 4 കുട്ടികളുണ്ട്. 4 കുട്ടികളുണ്ട്. 2 പെണ്ണ് 2 ആണ്. 2 പെണ്ണും 2 ആണ്. വൈഫിന്റെ പേര് ഫാത്തിമ. നാട്ടുകാരി തന്നെയാണോ? പൊന്നാനി, നരിപ്പറമ്പ്. പൊന്നാനിയാണ്. പിന്നെ മക്കളെ പേര്? മക്കള് പഠിക്കുന്നു. മൂത്ത മോള് ഷാന. അതില് ഫാറൂഖ് കോളേജാണ്. സെക്കൻഡ് ഇയർ കോളേജില് കോഴിക്കോട് ഫാറൂഖ്. ഞാൻ പോയിട്ടുണ്ട് അവിടെ ഗസ്റ്റ് ആയിട്ട്. ഭയങ്കര ഭയങ്കര അറിയപ്പെടുന്ന പിള്ളേരൊക്കെ ഭയങ്കര സ്മാർട്ടാണ്. ഇവിടെയൊക്കെ അവിടെ താല്പര്യം. അപ്പൊ അങ്ങനെ അവിടേക്ക് പോയി. അതെ അതെ അതെ. അങ്ങനെ ഇപ്പം എന്തിനാ ഡിഗ്രി പഠിച്ചു? സോഷ്യോളജിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ? അവർക്കൊന്നും അതിനോടൊന്നും പഠിക്കില്ല. അവരെ സോഷ്യോളജി ക്യാമ്പസ്, അവിടെ NSS സെക്രട്ടറിയാണ് അവിടുത്തെ. ശരി. അങ്ങനെയൊക്കെ ആയിട്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ ആക്റ്റീവാണ്. രണ്ടാമത്തെ ആള് മുഹമ്മദ് സലാഹുദ്ദീൻ. അയാളെന്ത് പഠിക്കുന്നു? അയാളിപ്പോ ഞങ്ങൾ തന്നെ ഒരു സ്കൂളുണ്ട്, ഡൽഹി സ്കൂൾ, ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ. അവിടെ പഠിക്കാൻ. ഇന്റർനാഷണൽ സ്കൂൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ മുഹമ്മദ് സഫ്വാൻ. ഞങ്ങളെ തന്നെ വേറൊരു സ്കൂളുണ്ട് നാട്ടില് തൊട്ടടുത്തുള്ള തക്കുവ സ്കൂളുണ്ട്. പിന്നെ ആയിഷ, ചെറിയ മോള്, അവളും ഈ ഡൽഹി സ്കൂളിൽ തന്നെയാണ്. എല്ലാം ഒക്കെ പോയി വരാം. ഈ മൂത്ത മോള് മാത്രമാണ് ഹോസ്റ്റലിൽ. ബാക്കിയുള്ളവരൊക്കെ ചെറിയ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ ഡെയിലി വണ്ടി ഉണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും. അങ്ങനെ പോയി വരാം. വീട്ടിൽ വന്ന് ഡെയിലി വന്ന് കൊണ്ടുപോയി. വാപ്പ മൊയ്തു എന്നാ പറയാ. മൂപ്പര് പിന്നെ ഇവിടെ ആയിരുന്നു കുറെ കാലം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം അവരായിരുന്നല്ലോ. വാപ്പാന്റെ ജ്യേഷ്ഠന്മാര്, അനിയന്മാരൊക്കെ ഒന്നിച്ചുള്ള ബിസിനസ് ആയിരുന്നു അവര്. അവരിലേക്കാണ് ഞാൻ ആദ്യം വന്നത്. അവരൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഒക്കെ എല്ലാരും അവിടെ ബിസിനസ്. അവർക്ക് ഇതേമാതിരി ഈ പെട്രോൾ പമ്പ് അങ്ങനെയുള്ള ചില അവരൊക്കെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ. ഗവൺമെന്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല എല്ലാവർക്കും ബിസിനസ് ചെയ്യാനുള്ള
നേരത്തെ അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മള് ഇൻവെസ്റ്റർ ലൈസൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ രീതിയിൽ ഇവിടെ ഈസിയായി ചെയ്യാം. കുറെ മലയാളികളൊക്കെ ഈ രംഗത്തേക്ക് വന്നിട്ട് എല്ലാ ബിസിനസ്സുകാരും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും. ഒരുപാട് പേര് വളരെ നല്ല നല്ല പ്രൊജക്ടുകളായിട്ട് വരുന്നുണ്ട്. ഗവൺമെന്റ് നല്ല സപ്പോർട്ടാണ് ഇവിടുത്തെ. വലിയ മാറ്റം അവർക്ക് സൗദി അറേബ്യയിലുണ്ടാകും. നമ്മുടേതായ പുതിയ ഇന്നോവേറ്റീവ് പുതിയ സ്മാർട്ടായിട്ട് ഇറങ്ങി വരുന്നത്. നമുക്ക് ജീവിതത്തിൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സ്മരണകൾ ആരോടൊക്കെ ഉണ്ടാവും? അങ്ങനെ പറയുമ്പോഴേ നമ്മളെ കൈ പിടിച്ചു അതുണ്ട്. നമ്മള് മെയിനായിട്ട് നമ്മളെ ഉപ്പന്നെ നമ്മളിവിടെ കൊടുന്ന് ഇതൊക്കെ നല്ല അധ്വാനിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അവരെ ജ്യേഷ്ഠൻ മൂത്താപ്പ, പിന്നെ അവരെ 2 അനിയന്മാരും, അവരൊക്കെ കടപ്പാടുണ്ട്. പിന്നെ നമ്മളെ ഒരു ടീം തന്നെ ഉണ്ട്. നമ്മളെ കൂടെ പാർട്ട്നേഴ്സ് നമ്മളെ 2 അനിയന്മാരുണ്ട്. അവര് റിയാദിലുള്ളത്. അവര് ഒന്ന് അഷ്കർ കേട്ടി, പിന്നെ ഒന്ന് സലാം കേട്ടി. ഇവര് 2 നമ്മളെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. റിയാദിലാണ് അവര്. നമ്മുടെ ബിസിനസ്സിൽ ഒരു 1-2 ബിസിനസ്സിൽ ലിങ്ക് ഉണ്ട്. പിന്നെ അവരുടേതായ ബിസിനസ്സും ഉണ്ട്. അവര് ട്രേഡിംഗ് ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ ഈ എഗ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ടീമാണ്. അവര് നമ്മള് ക്ലിയർ സ്റ്റാർ ട്രേഡിംഗ് തന്നെ അതിൽ നമ്മള് പാർട്ട്ണറാണ്. ഒത്തുപിടിച്ച് പോവാണ്. നമ്മളിപ്പോ നമ്മളെ ഫ്രണ്ട് കണ്ടില്ല, റാഷിദ്, ജൈനു, അങ്ങനെ പേരെടുത്ത് പറയാം. കുറെ ടീമുണ്ട്. അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. എന്തിനും ഏകദേശം ഒരു 5-6 പേരുണ്ട്. അങ്ങനെ എല്ലാരും ഒരാളെ പറയാൻ പറ്റില്ല. ഒപ്പം എല്ലാരും ഉണ്ട്. എല്ലാരും നമ്മളെ വളരെ ഒരു തണലായിട്ട് എന്തിനും കൂടെ നിൽക്കുന്ന, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എത്ര തൊഴിലാളികളുണ്ട്? ഇപ്പൊ നമുക്ക് പിന്നെ സൗദികളടക്കം നമുക്കൊരു 75ഓളം സ്റ്റാഫുണ്ട്. 75 അത് സൗദി മാത്രമാണോ അതോ മറ്റേ അല്ല, നമ്മളിവിടെ സൗദികളുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ മലയാളികൾ തന്നെ കൂടുതൽ. പിന്നെ ഫിലിപ്പൈൻസ് ഉണ്ട്. 1-2 ബംഗാളികളൊക്കെ ഉണ്ട്. ഇങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ട്. കട്ടക്ക് നിന്ന് ഓരോരുത്തർ പേരെടുത്ത് വരുമ്പോ ഒക്കെ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് പറയാൻ പറ്റില്ല. വിഷമാവും. എല്ലാവരും ഒരു പേര് എടുത്ത് വരാൻ പറ്റില്ല. എല്ലാവരും മനസ്സിലുണ്ട് നമ്മുടെ. അതാണ് പ്രധാനം. പിന്നെ ഇനി പുതിയ ഒരു തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വിജയമന്ത്രം എന്താണ്? നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമ്മള് പുതുതലമുറ ഒന്നും പറയാനില്ല. നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യാനില്ല, അതിന്റെ സത്യസന്ധത നിലനിർത്തി പോവാ. ഒരിക്കൽ വിജയം ഉണ്ടാവും. ആരും പറ്റിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക. ഇതാണ് വേറെ ബേസ്. അതുള്ളൂ, വേറെ ഒന്നുമില്ല. വെള്ളം ചേർക്കുക ഏത് ബിസിനസ് ആയാലും. പിന്നെ നമ്മളെ കൂടെയുള്ള ആളുകളെ മറക്കാതിരിക്കുക, കൂടുള്ളവരെ ചേർത്ത് പിടിക്കുക. നമ്മളെ നാട്ടിൽ ചേർന്ന് നിന്ന് നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യും. സോഷ്യൽ ബന്ധങ്ങളിലൊക്കെ ഉണ്ട് കുറച്ച് കാനൊക്കെ ഉണ്ട്. അതൊക്കെ അറിയാം. പ്രവർത്തനം ഉണ്ട് നാട്ടിലൊക്കെ. നമ്മള് പിന്നെ നമ്മുടെ നാട് പൊതുവെ ഒരു ഗ്രാമീണ നാടാണ്. എൻ്റെ നാട് ശരിക്കും ഞങ്ങള് കുളത്തൂർ പുന്നക്കാട് എന്നാണ് നമ്മുടെ നാട്. അപ്പൊ അവിടൊക്കെ നമ്മള് വീടുകളൊക്കെ വെച്ചു കൊടുത്തൊരു 12ഓളം വീട് നമ്മള് വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ അൽഹംദുലില്ലാഹ് അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അഷ്റഫിൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഷ്റഫ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വളരെ വിലയേറിയ ഒരു ഫുഡിൻ്റെ ബിസിനസ് ചെയ്യുന്ന വിലയേറിയ ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ലഭിച്ചത്. എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ് അച്ചീവർ ലൈഫ് അദ്ദേഹം നല്ല രീതിയിൽ സത്യസന്ധതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പുതിയ തലമുറകൾക്ക് മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ചര്യകൾ നമുക്കും സ്വായത്തമാക്കാനും ഇതൊരു അവസരമാവട്ടെ. എല്ലാവിധ ഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ ഉയർച്ച ഇനിയും മുന്നോട്ട് ഈ സൗദി എന്ന നാട്ടിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ആ വികസനം പോലെ തന്നെ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പടച്ചോൻ ഹൈറാക്കട്ടെ. അസ്സലാമു അലൈക്കും. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഐക്കണുമായി നമ്മൾ ഇനി കണ്ടുമുട്ടുന്നവരെ തൽക്കാലം വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും.